Good morning. Today we can see what are the rights and duties of an auditor. അപ്പം കമ്പനീസ് ആക്ട് 1956 has conferred certain assurance to the auditor of the company to perform the work of audit diligently. So the assurance are in the form of rights and powers given to the company ഓഡിറ്റർ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് എൻ ഓഡിറ്റർ എന്നുള്ളത്. ദ ഫസ്റ്റ് റൈറ്റ് ഈസ് റൈറ്റ് ഓഫ് ആക്സസ് ടു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് വൗച്ചേഴ്സ്. അതായത് ഓഡിറ്ററിന് എന്തിനുള്ള അവകാശം ഉണ്ടെന്നാണ് പറയുന്നത്. ഹി ഹാസ് ദ റൈറ്റ് ഓഫ് ആക്സസ് അറ്റ് എനി ടൈം ടു ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് വൗച്ചേഴ്സ് ഓഫ് ദി കമ്പനി. അതായത് യൂഷ്വലി ഇറ്റ് ഈസ് കെപ്റ്റ് അറ്റ് ദി ഹെഡ് ഓഫീസ് ഓഫ് ദി കമ്പനി. അപ്പോൾ അവിടെ പോയിട്ട് എപ്പോൾ വേണമെങ്കിലും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. This is his statutory right, and the book of accounts include ഏതെല്ലാം വരുന്നത് ഫിനാൻഷ്യൽ ബുക്സ്, statutory and statistical books and vouchers include all documents, correspondences, contracts, minutes, etc. Then second right is right to visit ബ്രാഞ്ചസ്. അതായത് ഇപ്പോൾ ഈ ഹെഡ് ഓഫീസിന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ ഈ കമ്പനീൻ്റെ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താക്കാം എന്നാണ് പറയുന്നത്. ഹി ഹാസ് ദ ആക്സസ് ടു ദ ബ്രാഞ്ച് ആൻഡ് ഇറ്റ്സ് അക്കൗണ്ട്സ്, ബുക്സ്, വൗച്ചേഴ്സ് ഈവൻ വെൻ ദ ബ്രാഞ്ചസ് ആർ ഓഡിറ്റഡ് ബൈ എ ലോക്കൽ ഓഡിറ്റർ. മനസ്സിലായല്ലോ. അതായത് സെക്ഷൻ 226 പറയുന്നതാണ് ഹിസ് വിസിറ്റ് ടു ബ്രാഞ്ചസ് ഇസ് ഡീം ടു ബി നെസസറി ഇഫ് ബ്രാഞ്ച് അക്കൗണ്ട്സ് ആർ ഓഡിറ്റഡ് ബൈ ലോക്കൽ ഓഡിറ്റേഴ്സ്. ദെൻ തേർഡ് റൈറ്റ് ഇസ് റൈറ്റ് ടു ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ. അതായത് ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ എക്സ്പ്ലനേഷൻസോ ആവശ്യമുണ്ടെങ്കിൽ അതും കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. ഹി ഹാസ് ദ റൈറ്റ് ടു സീക്ക് ആൻഡ് ഒബ്റ്റെയിൻ ഫ്രം ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഓഫീസേഴ്സ് ഓഫ് ദ കമ്പനി എനി ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ ആസ് ഹി മേ തിങ്ക് നെസസറി ഫോർ ദ പെർഫോമൻസ് ഓഫ് ഹിസ് ഡ്യൂട്ടീസ് ആസ് എൻ ഓഡിറ്റർ. അതായത് ഈ ഓഫീസേഴ്സ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ, ഇഫ് ദ റെഫ്യൂസസ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ, ഹി ഹാസ് ദ റൈറ്റ് ടു മെൻഷൻ ദാറ്റ് ഫാക്ട് ഇൻ ഹിസ് റിപ്പോർട്ട്. മനസ്സിലായല്ലോ. ഫോർത്ത് റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു കറക്റ്റ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ എന്തെങ്കിലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലൊക്കെ അത് കറക്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ഓഡിറ്ററിനുണ്ട്. Auditor has the right to correct any wrong statement committed by directors relating to accounts that are to be laid before the company in the general meeting എന്നാണ് പറയുന്നത്. Then right to comment on the inadequacy of the accounting system. അതായത് inadequate ആണ്, accounting system proper അല്ലെങ്കിൽ he can advise the board to change the system of accounting. ഓക്കെ, അതും ഓഡിറ്റ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യണം. Then right to receive notice and attend general meeting. Auditor of the company, he has the right to receive the notice and attend general meeting of the company. അതായത് he has the power to make any statement or explanation with regard to the accounts as he may desire in the meeting, but he need not answer any questions. Okay. Then need to have a right to have legal and technical advice. എന്തെങ്കിലും അങ്ങനെയുള്ള ടെക്നിക്കൽ അഡ്വൈസസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ he has the right to seek legal and technical advices from experts. Okay, it is necessary to give his opinion in the report. The next right is right to be indemnified. അതായത് auditor has a right to be indemnified out of the assets of the company against any liability incurred by him, defending himself against any civil or criminal proceedings of the company. അങ്ങനെ വല്ല കേസോ കൂട്ടോ ഉണ്ടെങ്കിൽ അതിലെന്തെങ്കിലും നഷ്ടങ്ങളൊക്കെ ഓഡിറ്റർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇൻറ്റെമ്നിഫൈ ചെയ്യാനുള്ള റൈറ്റ് ഓഡിറ്റർക്ക് ഉണ്ട്, പ്രൊവൈഡഡ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഹീസ് അക്വിറ്റഡ് ഓഫ് ദി ചാർജസ് ഓർ ദ ജഡ്ജ്മെൻറ്റ് പ്രൊനൗൺസ്ഡ് ഇൻ ഹിസ് ഫേവർ. Then next right is right to receive remuneration as the first auditor. അതായത് ഓഡിറ്റർ ഹാസ് ദ റൈറ്റ് ടു റിസീവ് ഹിസ് റെമ്യൂണറേഷൻ പ്രൊവൈഡഡ് ഹി ഹാസ് കംപ്ലീറ്റഡ് ദ വർക്ക് ഹി അണ്ടർടു. അതായത് ഇഫ് ഹി ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് അറ്റ് ആൻ ആനുവൽ ഫീ ആൻഡ് ഈവൻ ഇഫ് ഹി ഈസ് ഡിസ്മിസ്ഡ് ഡ്യൂറിങ് ദ ഇയർ ഹി ഈസ് എലിജിബിൾ ഫോർ ഫുൾ ആനുവൽ ഫീ ഫിക്സ്ഡ് എന്നാണ് പറയുന്നത്. ദെൻ റൈറ്റ് ടു സൈൻ ദ ഓഡിറ്റ് റിപ്പോർട്ട്. അത് ഒബ്വിയസ് ആണ്. അതായത് സെക്ഷൻ 229 ഓഫ് കമ്പനീസ് ആക്ടിൽ പറയുന്നതാണ് ഓൺലി എ പേഴ്സൺ അപ്പോയിൻറ്റഡ് ആസ് ആൻ ഓഡിറ്റർ ഓഫ് ദി കമ്പനി or where a firm of auditors is so appointed, only a member in the firm working in India may sign the
auditor's report and sign or authenticate any other document of the company required by law to be signed or authenticated by the auditor എന്നാണ് പറയുന്നത്. അപ്പോൾ റൈറ്റ്സ് ഓഫ് ഓഡിറ്റർ ശരിക്കും മനസ്സിലാക്കി വെക്കുക, 10 റൈറ്റ്സ്. ഇനി ഓഡിറ്റേഴ്സ് ലീൻ എന്ന് പറഞ്ഞാൽ എന്താ? ലീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഇറ്റ് ഈസ് ദ റൈറ്റ് ടു റീറ്റെയിൻ ദ പൊസഷൻ ഓഫ് ഗുഡ്സ് ആണ്. അപ്പോൾ ഇവിടെ ഓഡിറ്റേഴ്സ് ലീൻ എന്ന് പറയുന്ന ഈ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഓഡിറ്ററുടെ കയ്യിൽ എന്താ ഉണ്ടാവുക? കമ്പനീൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെയാണ്, അത് പിടിച്ചു വെക്കാനുള്ള റൈറ്റ് ഓഡിറ്റർക്ക് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കമ്പനി എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി കെപ്റ്റ് അറ്റ് ദി ഹെഡ് ഓഫീസ് ഓഫ് ദി കമ്പനി. അപ്പോൾ അതൊരിക്കലും എന്താക്കി വെക്കാനുള്ള റൈറ്റ് ഓഡിറ്റർക്കില്ല, പിടിച്ചു വെക്കാനുള്ള റൈറ്റ് ഓഡിറ്റർക്കില്ല. പക്ഷേ അയാൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഓഡിറ്റർ ഹാസ് പ്രിപ്പയർഡ് എന്താ വർക്കിംഗ് നോട്ട്സ് അല്ലെങ്കിൽ ഓഡിറ്റ് പ്രോഗ്രാമും ഓഡിറ്റ് നോട്ട്സൊക്കെ വെച്ചിട്ട് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുന്നുണ്ടാവും. അത് മുഴുവൻ റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് ഓഡിറ്റർക്കുണ്ട്. മനസ്സിലായല്ലോ? ദെൻ ഡ്യൂട്ടീസ് ഓഫ് ആൻ ഓഡിറ്റർ നോക്കാം നമുക്കിനി. ഡ്യൂട്ടീസിൽ വരുന്നത് 4 ടൈപ്സ് ഓഫ് ഡ്യൂട്ടീസ് വരുന്നുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ്, ഡ്യൂട്ടീസ് അറൈസിങ് ഔട്ട് ഓഫ് കോമൺ ലോ, ഡ്യൂട്ടീസ് അറൈസിങ് ഔട്ട് ഓഫ് പ്രൊഫഷണൽ എറ്റിക്വറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഇമ്പോസ്ഡ് ബൈ ലീഗൽ അല്ലെങ്കിൽ കോർട്ട് ഡിസിഷൻസ്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് എന്താണെന്നുള്ളത് നോക്കാം. ഇത് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്റ്റിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് ഡ്യൂട്ടി ടു മേക്ക് എൻക്വയറീസ് ആണ്. എൻക്വയറീസ് എന്ന് പറയുമ്പം എന്തെങ്കിലും ഇപ്പോൾ കമ്പനീൻ്റെ ഓഡിറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ എൻക്വയറീസ് ആവശ്യമുണ്ടോ അതെല്ലാം ചെയ്യാനുള്ള. ഇവിടെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. വെദർ ലോൺസ് ആൻഡ് അഡ്വാൻസസ് മെയ്ഡ് ബൈ ദ കമ്പനി ഓൺ ദ ബേസിസ് ഓഫ് സെക്യൂരിറ്റീസ് ഹാവ് ബീൻ പ്രോപ്പർലി സെക്യൂർഡ് ആൻഡ് വെദർ ദ ടേംസ് ഓൺ വിച്ച് ദേ ഹാവ് ബീൻ മെയ്ഡ് ആർ നോട്ട് പ്രിജുഡീഷ്യൽ ടു ദി ഇൻട്രസ്റ്റ് ഓഫ് ദി കമ്പനി. അതേപോലെ വെദർ ദ ട്രാൻസാക്ഷൻ ഓഫ് ദി കമ്പനി വിച്ച് ആർ റെപ്രസെൻറ്റഡ് മിയർലി ബൈ ബുക്ക് എൻട്രീസ് ആർ നോട്ട് പ്രിജുഡീഷ്യൽ ടു ദി ഇൻട്രസ്റ്റ് ഓഫ് ദി കമ്പനി. ഇങ്ങനെയുള്ള അതേപോലെ വേർ ദ കമ്പനി ഈസ് നോട്ട് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് of company, whether the shares, debentures and other securities of the company have been sold at a price less than their purchase price. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇത് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ he has the duty to make enquiries. Then duty to report on accounts audited by him. അതായത് ഓഡിറ്റർ ഡ്യൂട്ടി എന്ന് പറയുന്നത് അതാണ്, എന്താണ്? ടു മേക്ക് റിപ്പോർട്ട് ഓഫ് മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി ഓൺ ദി അക്കൗണ്ട്സ് ഓഡിറ്റഡ് ബൈ ഹിം ആൻഡ് ഓൺ എവറി ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് അതർ ഡോക്യുമെൻറ്റ്സ് annexed to the balance sheet laid down before the company in the general meeting during the tenure of his office. അപ്പോൾ ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഇറ്റ് ഷുഡ് ജനറലി സാധാരണ എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ കൺസൈസ്, ക്ലിയർ ആൻഡ് കൺക്ലൂസീവ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം ആൻഡ് ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ദ ഫോളോയിങ്. കണ്ടൻസ് എന്ന് പറയുന്നത് എന്തൊക്കെ ഉണ്ടായിരിക്കണം? അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ ഉണ്ടായിരിക്കണം. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എക്സിബിറ്റ്സ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഓഫ് ദി കമ്പനി. അതേപോലെ ബാലൻസ് ഷീറ്റ് ആസ് പ്രോപ്പർലി ഡ്രോൺ അപ്പ്, അതേമാതിരി അത് കറക്റ്റ് വെദർ ഇറ്റ് ഷുഡ് എക്സിബിറ്റ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് സ്റ്റേറ്റ് ഓഫ് അഫെയർസ് ഓഫ് ദി കമ്പനി, whether he has obtained all informations and explanation which to the best of his knowledge and belief. അതേപോലെ പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, നിയമപ്രകാരം സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് പ്രകാരം എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. അതേമാതിരി റിപ്പോർട്ട് ഓൺ അക്കൗണ്ട്സ് ഓഫ് എനി ബ്രാഞ്ച് ഓഫ് ഹിസ് ഓഡിറ്റഡ് under section 228 by a person other than company auditor has been forwarded to him as required by law. അതെങ്ങനെയാണ്, അത് എത്രത്തോളം അതിൻ്റെ ഇതുണ്ട് എന്നുള്ളത് കാണിക്കാം. അതേപോലെ വെദർ ദ കമ്പനീസ് ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെൽറ്റ് വിത്ത് റിപ്പോർട്ട് ആസ് ഇൻ എഗ്രിമെൻറ്റ് വിത്ത് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് റിട്ടേൺസ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കണം അദ്ദേഹം ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി തേർഡ് ഡ്യൂട്ടി എന്ന് പറയുന്നത്, അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് ഇത് രണ്ടുമാണ്. എന്തൊക്കെയാണ്? ഡ്യൂട്ടി ടു മേക്ക് എൻക്വയറീസ് ആൻഡ് ഡ്യൂട്ടി ടു റിപ്പോർട്ട് ഓൺ അക്കൗണ്ട്സ് ഓഡിറ്റഡ് ബൈ ഹിം. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഡ്യൂട്ടി അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്. അതായത് സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഓഡിറ്റേഴ്സ് ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് മേ ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ ഡയറക്റ്റ് ദ കമ്പനീസ് ടു ഗിവ് സ്പെസിഫിക് റിപ്പോർട്ട്സ് ഓൺ സർട്ടൻ മാറ്റേഴ്സ് ഓഫ് ദി കമ്പനി. But when central government issues any such directions, auditor is required to comply with them. അതായത് the order requires that the auditor's report on account of every company examined by him to which his orders apply
which is applicable to every company which is engaged in any one of the following activities. അതായത് ഇങ്ങനെയുള്ള കമ്പനീസിൻ്റെ അടുത്തൊക്കെയാണ് യൂഷ്വലി സെൻട്രൽ ഗവൺമെൻറ് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറയുന്നത്. മാനുഫാക്ചറിങ്, മൈനിങ് ആൻഡ് പ്രോസസ്സിങ് കമ്പനീസ്, അതേമാതിരി സപ്ലൈയിങ് ആൻഡ് റെൻഡറിങ് സർവീസ്, ട്രേഡിംഗ്, ബിസിനസ് ഓഫ് ഫിനാൻസിങ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ചിട്ടി കമ്പനികളൊക്കെ ഉണ്ടാവില്ലേ, ഇതിന് ഡ്യൂട്ടി ടു സർട്ടിഫൈ സ്റ്റാറ്റ്യൂട്ടറി റെക്കോർഡ്. അപ്പോൾ an auditor is required to certify the accuracy of the contents of the statutory report as regards subscription of share capital, cash received and payment of the company. Another duty of auditor is duty to report for prospectus. അതായത് പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ബൈ എൻ എക്സിസ്റ്റിംഗ് കമ്പനി ഷാൽ കണ്ടെയ്ൻ എ റിപ്പോർട്ട് ഫ്രം ദ ഓഡിറ്റർ ഓഫ് ദി കമ്പനി റിഗാർഡിംഗ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദി കമ്പനി ആൻഡ് ഇറ്റ് സബ്സിഡിയറീസ്, അതേപോലെ റേറ്റ് ഓഫ് ഡിവിഡൻഡ് പെയ്ഡ് ബൈ ദ കമ്പനി ഫോർ ഈച്ച് ഓഫ് ദ 5 ഫിനാൻഷ്യൽ പ്രൊസീഡിംഗ് ഫിനാൻഷ്യൽ ഇയേഴ്സ് പ്രീസീഡിംഗ് ദ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് എന്നാണ്. അപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് കമ്പനി പ്രോസ്പെക്ടസ് ഇറക്കുന്നുണ്ടെങ്കിൽ അവരുടെ കഴിഞ്ഞ 5 വർഷത്തെ ഈ ഡീറ്റെയിൽസ് മൊത്തം, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ്, അസറ്റ്സ്, ഡിവിഡൻഡ് എത്രയാണ് കൊടുത്തിരിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഉള്ളൊരു എന്തിറക്കിയിരിക്കണം എന്നാണ് പറയുന്നത്, ഓഡിറ്റേഴ്സിൻ്റെ റിപ്പോർട്ടിലുണ്ടായിരിക്കണം. അതും കൂടെ പുതിയതായിട്ട് പ്രോസ്പെക്ടസ് ഇറക്കുമ്പോൾ അതുകൂടെ അറ്റാച്ച് ചെയ്യണം എന്നുള്ളതാണ് ശരിക്കും. ഓക്കെ. Then duty to certify declaration of solvency. അതായത് in case of members voluntarily winding up, a declaration of solvency is made by its directors under section 488 and the auditor is required to certify the director's declaration about the solvency of the company. അതായത് ചില കമ്പനീൻ്റെ വൈൻഡിങ് അപ്പ് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ 2 തരത്തിലാണ് വരിക. ഒന്ന് വോളണ്ടറി വൈൻഡിങ് അപ്പ് ആണ്, അല്ലെങ്കിൽ ഇത് വരാം. അപ്പോൾ ഈ വോളണ്ടറി വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് ഈ സോൾവൻസി ഡിക്ലറേഷൻ പ്രിപ്പയർ ചെയ്യണം ഡയറക്ടേഴ്സ്. അപ്പോൾ അതിൽ സർട്ടിഫൈ ചെയ്യേണ്ടത് ആരാണ്? ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി ഓഡിറ്റർ. ദെൻ ഡ്യൂട്ടി ടു അസിസ്റ്റ് ഇൻസ്പെക്ടേഴ്സ്. അതായത് ഇൻസ്പെക്ഷൻ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് എന്താ ഇൻസ്പെക്ഷൻ എന്നുള്ളത്. അപ്പോൾ ചില പ്രത്യേക സാഹചര്യത്തിൽ എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ഇൻസ്പെക്ഷൻ ഉത്തരവിടും സെൻട്രൽ ഗവൺമെൻറ്റോ അങ്ങനെ. അപ്പോൾ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഓഡിറ്റർ ടു ഹെൽപ്പ് ദ ഇൻസ്പെക്ടേഴ്സ് ടു ഹിസ് ബെസ്റ്റ് വൈൽ ദേ ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഇൻ ടു ദി അഫെയേഴ്സ് ഓഫ് ദി കമ്പനി. ദെൻ ഡ്യൂട്ടി ടു അസിസ്റ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ. അതായത് സെക്ഷൻ 242 സബ്സെക്ഷൻ 1 പറയുന്നത് ഇതാണ്: the auditor of the company shall be required to give to the central government all reasonable assistance in connection with the prosecution of directors, managing agents or other officers of the company. But these statutory duties of the auditor cannot be curtailed by shareholders, directors or articles of the company എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡ്യൂട്ടി അതാണ്, സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് എന്ന് പറയും. സെക്കൻഡ് വൺ, ഡ്യൂട്ടീസ് അറൈസിങ് ഔട്ട് ഓഫ് കോമൺ ലോ. അതായത് ദിസ് ഡ്യൂട്ടി അറൈസസ് ഔട്ട് ഓഫ് കോൺട്രാക്ട് ബിറ്റ്വീൻ ദ ഓഡിറ്റർ ആൻഡ് ദ ക്ലയൻറ്റ്. അതായത് ലോ ഓഫ് കോൺട്രാക്റ്റിലുള്ള ഡ്യൂട്ടീസാണ് പറയുന്നത്. ഓഡിറ്റർ ഈസ് റിക്വയർഡ് ടു പെർഫോം ഓൾ ദോസ് ഡ്യൂട്ടീസ് വിച്ച് ഹി ഹാസ് എക്സ്പ്രസ്ലി ഓർ ഇംപ്ലൈഡ്ലി അണ്ടർടേക്കൺ ടു പെർഫോം ബൈ എ കോൺട്രാക്ട് വിത്ത് ഹിസ് ക്ലയൻറ്റ്. അതായത് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ക്ലയൻറ്റ് ആൻഡ് ഓഡിറ്ററാണ്. അപ്പോൾ ആ കോൺട്രാക്റ്റിൽ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് ആ ഡ്യൂട്ടീസൊക്കെ അദ്ദേഹം ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അതിൽ ഇമ്പോർട്ടൻറ്റ് കോൺട്രാക്ച്വൽ ഡ്യൂട്ടീസ് ഓഫ് എൻ ഓഡിറ്റർ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ടു അസർട്ടൈൻ അൺയൂട്ടിലൈസ്ഡ് കപ്പാസിറ്റീസ് ഓഫ് ദ ഇൻഡസ്ട്രി, ദെൻ പൊസിഷൻ ഓഫ് ദി കറൻറ്റ് അസറ്റ്, എക്സ്റ്റെൻറ്റ് ഓഫ് ഓവർ സ്റ്റോക്കിംഗ് സ്റ്റോഴ്സ് എക്സെട്ര. ചിലപ്പം എഫിഷ്യൻസി ഓഡിറ്റ് നടത്താൻ പറയും, എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ ഇൻ ഓർഡർ ടു അവോയ്ഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഈ മസ്റ്റ് ക്യാരി ഔട്ട് ദ ടേംസ് ഓഫ് ദി കോൺട്രാക്ട് ആൻഡ് ഓൾസോ അണ്ടർടേക്ക് these additional duties and to perform it with reasonable care and skill എന്ന് പറയുന്നത്. Then duties arising out of professional etiquette, അതാണ് തേർഡ് ടൈപ്പ് ഓഫ് ഡ്യൂട്ടി വരുന്നത്. അതായത് ഈ പ്രൊഫഷണൽ എറ്റിക്കറ്റ്, അതായത് ഈ എന്താ പറയുക, ഓഡിറ്റേഴ്സ് ഇത് പറയുന്നുണ്ടല്ലോ എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് എങ്ങനെയൊക്കെയുള്ള ഡ്യൂട്ടീസ് എന്നുള്ളതാണ്. അപ്പോൾ വൈൽ പെർഫോമിംഗ് പ്രൊഫഷണൽ ഡ്യൂട്ടീസ് ഓഫ് എൻ ഓഡിറ്റർ ഇൻ റിലേഷൻ ടു ഹിസ് ക്ലയൻറ്റ് ആൻഡ് ഹിസ് പ്രൊഫഷണൽ കൊളീഗ്സ് ഹി ഈസ് ലാർജ്ലി ഗവേൺഡ് ബൈ സർട്ടൻ റൂൾസ് ഓഫ് കോണ്ടക്ട് which clearly apply with special force to the members of ICAI under the Act. The professional success of an auditor depends upon his key soundness of judgment, competence, honesty and
ഇൻറ്റഗ്രിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ദ മെയിൻ ഡ്യൂട്ടീസ് ഓഫ് ആൻ ഓഡിറ്റർ അറൈസിങ് ഔട്ട് ഓഫ് പ്രൊഫഷണൽ എറ്റിക്കറ്റ്സ് എന്ന് പറയുന്നത് എന്തെല്ലാണ്? എവറി ഓഡിറ്റർ ഷുഡ് ക്യാരി ഓൺ ഇസ് ഡ്യൂട്ടീസ് വിത്ത് ഡ്യൂ റിഗാർഡ് ടു പബ്ലിക് ഇൻട്രസ്റ്റ് ആൻഡ് നോട്ട് ഇസ് പേഴ്സണൽ ഇൻട്രസ്റ്റ്. അതായത് പബ്ലിക് ഇൻട്രസ്റ്റ് മാനിച്ചുകൊണ്ട് വേണം ഓഡിറ്റ് നടത്താൻ വേണ്ടിയിട്ട്. മരി മസ്റ്റ് ബി ഓണസ്റ്റ്, കോമ്പിറ്റൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ്. പിന്നെ പറയുന്നത് എന്താണ്? ഹി ഷുഡ് ഡിസ്ക്ലോസ് ഓൾ മെറ്റീരിയൽ ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ വർക്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കമ്പനി ടു ഷെയർ ഹോൾഡേഴ്സ്. ദെൻ the auditor should strictly adhere to the rules and regulations formulated by ICAI. ഇത് കൂടാതെ കുറച്ചെണ്ണം കൂടെ പറയുന്നുണ്ട്. അതർ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞിട്ട് an auditor is not allowed to advertise or canvass business. അതായത് ഞാൻ ഇന്ന ഓഡിറ്ററാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പരസ്യമൊന്നും കൊടുക്കാൻ പാടില്ല. ഇത് എല്ലാത്തിനും പരസ്യം ഉണ്ടല്ലോ, അതേമാതിരി അങ്ങനെ രീതിയിലൊന്നും അഡ്വർട്ടൈസ് ചെയ്യാൻ പാടില്ല. an auditor is not allowed to give any share out of his remuneration to any person in order to get ബിസിനസ്. അതായത് കമ്മീഷൻ പരിപാടിയൊന്നും പാടില്ല എന്ന്. ഓഡിറ്റ് ചെയ്തിട്ട് അയാൾക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ കമ്മീഷനായിട്ടോ ബ്രോക്കറേജ് ആയിട്ടോ ഒന്നും ആർക്കും കൊടുക്കാൻ പാടില്ല. ഈ ബിസിനസ് കിട്ടിയതാണല്ലോ വിചാരിച്ചിട്ട്. an auditor before accepting new job must get the consent of the retiring auditor. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കനോട്ട് റെസ്പോണ്ട് ടു ടെൻഡേഴ്സ് റെസ്പോണ്ടിങ് ടു ദ അഡ്വർടൈസ്മെൻറ്റ് ഇൻവൈറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റർ. അതേപോലെ മെമ്പർ ഓഫ് ICAI ഈസ് നോട്ട് പെർമിറ്റഡ് ടു ഡെസിഗ്നേറ്റ് ഹിംസെൽഫ് ബൈ എനി അതർ ഡിസ്ക്രിപ്ഷൻ എക്സെപ്റ്റ് ഇൻ ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ദെൻ ഡ്യൂട്ടീസ് ഇമ്പോസ്ഡ് ബൈ ലീഗൽ അല്ലെങ്കിൽ കോർട്ട് ഡിസിഷൻസ്. അപ്പോൾ എങ്ങനെയാണ്? ദർ ആർ സർട്ടൻ ഡ്യൂട്ടീസ് ഇമ്പോസ്ഡ് ബൈ ദി കമ്പനി ഓഡിറ്റർ ബൈ ലീഗൽ ഡിസിഷൻസ് ഓർ കോർട്ട് ഓർഡേഴ്സ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എ കമ്പനി ഓഡിറ്റർ ടു ചെക്ക് ദ സ്റ്റോക്ക് പ്രോപ്പർലി. മനസ്സിലായല്ലോ? ഹി ഷുഡ് പെർഫോം ഹിസ് ഡ്യൂട്ടീസ് വിത്ത് പ്രോപ്പർ കെയർ ആൻഡ് സ്കിൽ. ഹി ഷുഡ് എക്സാമിൻ പ്രോപ്പർലി ദ ടേംസ് ഓഫ് ഡിബെഞ്ചർ, ട്രസ്റ്റ് ഡീഡ്. ഇതൊക്കെ ഓരോ കേസിലോ അനുസരിച്ച് വന്നിട്ടുള്ള ഡ്യൂട്ടീസാണ്. അതാണ് ഡ്യൂട്ടീസ് ഇമ്പോസ്ഡ് ബൈ ലീഗൽ അല്ലെങ്കിൽ കോർട്ട് ഡിസിഷൻസ് എന്ന് പറയുന്നത്. കോടതിയുടെ തീരുമാനപ്രകാരം വന്നിട്ടുള്ളതാണ്. മരി ഹി ഷുഡ് എക്സാമിൻ പ്രോപ്പർലി ദ ടേംസ് ഓഫ് ഡിബെഞ്ചർ, ട്രസ്റ്റ് ഡീഡ്. ഹി ഷുഡ് ഫിസിക്കലി കൗണ്ട് ക്യാഷ് ഇൻ ഹാൻഡ് ഓൺ ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. Then he is a watchdog, not a bloodhound. Not to adopt an attitude of suspicion towards the client staff. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും SAI ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണിത് എന്നുള്ളത്. ഒന്നും സംശയാസ്പദമായ ഇതിൽ കാണരുത് ഒരു കാര്യം കമ്പനീൻ്റെ. അയാൾ കമ്പനിയിൽ ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ കറക്റ്റാണോ അല്ലേ എന്നുള്ള നോക്കൽ മാത്രമേ ഉള്ളൂ ഓഡിറ്റർ ഡ്യൂട്ടി. An auditor should correspond in writing with the retiring auditor before accepting the appointment as an auditor in place of him. A non-member of ICAI and non-holder of a certificate of practice from Council of Institute cannot practice as an auditor എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ സ്പെഷ്യൽ ഓഡിറ്റ് പറയുന്നുണ്ട്. അതായത് സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ചില കേസിൽ എന്താണെന്ന് വെച്ചാൽ, ദ അഫയേഴ്സ് ഓഫ് എനി കമ്പനി ആർ നോട്ട് ബീങ് മാനേജ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് സൗണ്ട് ബിസിനസ് പ്രിൻസിപ്പിൾസ്. ഈ കേസിലൊക്കെയാണ് സെൻട്രൽ ഗവൺമെൻറ് സ്പെഷ്യൽ ഓഡിറ്റ് ഉത്തരവിടുക. എനി കമ്പനി ഈസ് ബീങ് മാനേജ്ഡ് ഇൻ എ മാനർ ലൈക്ലി ടു കോസ് സീരിയസ് ഇഞ്ചുറി ഓർ ഡാമേജ് ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ട്രേഡ്, ഇൻഡസ്ട്രി ഓർ ബിസിനസ്. The financial position of any company such as to endanger its solvency. ഇങ്ങനെയൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒപ്പീനിയനിൽ ഇങ്ങനെയൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിന് തോന്നിയാൽ ദേ വിൽ ഓർഡർ സ്പെഷ്യൽ ഓഡിറ്റ്. ഓക്കെ, പിന്നെ ലയബിലിറ്റീസ് ഓഫ് ഓഡിറ്റർ ഞാൻ ഒരു പ്രാവശ്യം എടുത്ത് കഴിഞ്ഞതാണ്. ഫസ്റ്റ് തന്നെ സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റീസ്, എല്ലാ ലയബിലിറ്റീസും. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, താങ്ക് യു.